ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു എന്താ പറയുക, ഒരു നെക്ക് ഹോൾഡറാണ്. ഒരു നെക്ക് ഹോൾഡർ മൗണ്ട് ഫോൺ നമ്മുടെ ഗോപ്രോനും അതുപോലെ തന്നെ ആക്ഷൻ ക്യാമറാസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു നെക്ക് ഹോൾഡറാണ്. നമുക്കിങ്ങനെ നമ്മൾ POV ഷോട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹാൻഡ്സ് ഫ്രീ ഷോട്ടൊക്കെ എടുക്കാനുള്ള ബെസ്റ്റ് പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി ഇത് വാങ്ങിച്ചത് നമ്മുടെ നിങ്ങൾ കണ്ടായിരിക്കും, ഞാൻ ഇന്നലെ നമ്മുടെ ഇതിൻ്റെ ആക്ഷൻ 4 DJIൻ്റെ ആക്ഷൻ 4ൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഇത് വാങ്ങിച്ചത്. ഇത് നമ്മുടെ ടെലിസൺ ബ്രാൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സംഭവമാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ബോക്സിലാണ് ഇത് വരിക. കണ്ടോ, ഇങ്ങനെ ഒരു സംഭവമാണ് വരിക. ഈ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ ഒരു വാറണ്ടി കാർഡ് സംഭവമൊക്കെ. ഇത് ചൈനീസ് കമ്പനി തന്നെയാണ്, പക്ഷേ അത്യാവശ്യം വലിയ ബ്രാൻഡാണ് ടെലിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത് ചുരുട്ടി വരച്ച് മടക്കി വെച്ചാൽ പറ്റുന്നൊരു ടൈപ്പാണ്. അത് കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ഒരു ലോക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇത് ഇങ്ങനെ ഉണ്ടാവുക. കണ്ടോ, ഇതിങ്ങനെ മടക്കി ഒടുക്കി വെച്ചിട്ടുണ്ടാവും. ശരിക്കും നമ്മുടെ ഹെൽമെറ്റ് ലോക്ക് ഇരിക്കില്ല, അതേപോലെയാണ് ഈ സാധനം. എന്താ ഇങ്ങനെ ഉണ്ടാവും സാധനം. ഇതൊരു മാഗ്നറ്റിക് പരിപാടിയാണ്, അപ്പോൾ വയ്ക്കാനും ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളയ്ക്കാൻ വേണ്ടോ ഈ സാധനം. നമ്മുടെ ഒരു പക്ഷെ നല്ല ക്വാളിറ്റി സാധനം ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ടെലിസിങ്ങിൻ്റെ ബ്രാൻഡിങ്ങും എല്ലാ സംഭവവും ഉണ്ടായിരിക്കും. കണ്ടോ, ഭയങ്കര കിടിലം ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഫ്രണ്ടിലും ഇതൊരു മാഗ്നറ്റാണിത്. നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ മൗണ്ട് ചെയ്യാനുള്ള ബേസ് ആണ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി എടുക്കാൻ പറ്റും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാഗ്നറ്റിക്കാണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുക, ടിൽറ്റ് ചെയ്യുക, അപ്പോൾ സാധനം കയ്യിൽ കിട്ടും കേട്ടോ. ഇതിലാണ് നമ്മുടെ ക്യാമറ ഇടുന്നത്. അപ്പോൾ ഞാൻ ക്യാമറ ഉള്ളത് പിന്നെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചു തരണ്ടല്ലോ. ഞാൻ എന്നാലും ഒന്ന് കാണിച്ചു തരാം ചുമ്മാ. ഇപ്പോൾ നമ്മുടെ എന്തായാലും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിച്ചു തരാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ DJIൻ്റെ മാഗ്നറ്റിക് മൗണ്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഈ സാധനത്തിൽ നമ്മൾ ഇതിട്ടു. നോർമൽ നിങ്ങൾക്കെല്ലാം ബാക്കിയെല്ലാം നമ്മുടെ ആക്ഷൻ ക്യാമറയിൽ വരുന്ന പോലെ തന്നെ. ഇത് ഞാൻ അതിൻ്റെ ലോക്കൊന്ന് ചെയ്യട്ടെ. എവിടെ ഈ ഹോള് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ഇതാ, ഇപ്പോൾ ഞാനിത് ഫിക്സ് ചെയ്തു കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്, ഈ സാധനം നമുക്ക് നെക്കിലാണ് മൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നെക്കിൽ ഇത് ആക്ച്വലി ഒരു മാഗ്നറ്റിക് മൗണ്ട് പോലത്തെ ഒരു സംഭവമാണ്. ഈസി പരിപാടിയാണ് കേട്ടോ, വലിയ ടഫ് പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഒരു ഹോള് കാണുന്നുണ്ടായിരിക്കും. ഈ ഹോളിൽ ജസ്റ്റ് ഇത് ഇടുക വേണ്ടോ, ഈ ലോക്ക് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ലോക്ക് കാണുന്നുണ്ടോ, അത് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ ഇടുക വേണ്ടോ. ഇങ്ങനെയല്ല, തലതിരിച്ചിട്ടുണ്ട്. നമുക്ക് തിരിക്കാനും വളയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. ഇപ്പോൾ നമുക്കിതൊന്ന് നേരെയാക്കാം. എന്താ, എന്നിട്ട് നമുക്കിത് ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്യാനുള്ള അവിടെ ഒരു ബട്ടണും ഉണ്ട്. അപ്പം ഞാൻ അതൊന്ന് നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ആകെ ഇങ്ങനെ വളഞ്ഞ് തിരിയുന്ന കാരണം ഇത് നമ്മുടെ പോപ്പി ഭയങ്കര പോരാ. ചെക്കൻ വീര് വെക്കുന്ന സമയത്ത് ഒരിക്കലുള്ളൂ. അതായത് ഞാൻ ഇപ്പോൾ നമ്മുടെ നെക്കിൽ ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ നിങ്ങൾക്കറിയാം ടെലിസിൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് മുമ്പിലേക്ക് കാണണം. അപ്പോൾ ഇങ്ങനെ ഇടുക. നമ്മുടെ മൈക്കോടെ വരുന്നുണ്ട്, ഇതിൻ്റെ കുഴപ്പം വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ സാധനം നമ്മുടെ ഇതിലേക്ക് പോകണം. കണ്ടോ, ഇതിൽ കറക്റ്റായിട്ട് പോകണം. നല്ലത് ലോക്കാവുള്ളത്. നമുക്ക് ആദ്യം കുറച്ച് നേരം എടുക്കും ഇടാൻ. എനിക്കും കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നില്ല, എനിക്ക് അവിടെ എൻ്റെ മൈക്ക് തട്ടുന്നുണ്ട്. ഈ സാധനം വളയാനും പാടില്ല കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് സാധനത്തിന്. കുറച്ച് നേരം എടുക്കും നമുക്കിത് സെറ്റായി വരാൻ. അതിനൊക്കെ ഒരു ഈസി വഴിയുണ്ട്. ഈ സാധനത്തിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇടുക. എന്നുവെച്ചാൽ അത് ചെറുതായിട്ട് വളഞ്ഞാൽ പോലും ആ സാധനം അവിടെ ഇരിക്കില്ല. കണ്ടോ, ഇത് ലോക്കായി. കണ്ടോ, ഇത് ഇനി വലിച്ചാലും ഒന്നും കിട്ടില്ല. കണ്ടോ, ഇത് നമുക്ക് ഇനി സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ലോക്ക് വിട്ടാൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ സാധനം എടുക്കുക. ഇതിൽ നമുക്ക് മാഗ്നറ്റിക് ലോക്കാണ്. അതിങ്ങനെ വെച്ചാൽ തന്നെ പിടിയും. കണ്ടോ. അപ്പോൾ അതിങ്ങനെ വയ്ക്കുക. ഇതാ ലോക്കായി. കണ്ടോ, ഇതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതാക്കാൻ. കണ്ടോ, അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാൻ. നമുക്ക് നടന്നു പോയിട്ട് വേണമെങ്കിൽ നമുക്ക് 2 കൈയും ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വീഡിയോ എടുക്കാൻ. കണ്ടോ, ഇത് വീഴൊന്നുമില്ല. കണ്ടോ, നല്ല സ്ട്രോങ് ആണ്. ഓടുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓടുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇങ്ങനെ തട്ടുന്നു മാത്രം, അത്ര കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ വ്യൂസും മാറ്റാൻ വേണമെങ്കിൽ താഴേക്കാക്കാൻ. കണ്ടു, എങ്ങനെ വേണമെങ്കിൽ വ്യൂ മാറ്റാം. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ സാധനം അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ. ടെലിസിൻ്റെ ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. അതിൻ്റെ കുറേ ഡൂക്ലി ബ്രാൻഡുകൾ വേറെ സംഭവം ഇറക്കുന്നുണ്ട്. സെയിം പ്രൈസ് തന്നെയാണ്. അപ്പോൾ 1600 രൂപ സംതിങ് പ്രൈസ് വരുന്നത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ആക്ച്വലി ആമസോണിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ ഇടാം. നിങ്ങൾക്ക് GoPro അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനവും ഇത് സെറ്റ് ആവട്ടെ. നമ്മുടെ ആ ആക്ഷൻ ക്യാമറാസിൻ്റെ പിന്നുണ്ടല്ലോ, ആ സെയിം സാധനം തന്നെയാണ്. ഇത് ഇനി എടുക്കാനും നമുക്ക് സുഖമാണ് കേട്ടോ. ഈ സാധനം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ തിരിക്കുക. ഇതുണ്ടല്ലോ, ഈ ബോഡി മാത്രം ഇതിങ്ങനെ തിരിക്കുക. കണ്ടോ, സാധനം കയ്യിൽ നിന്ന് പോകുന്നത് എന്തെങ്കിലും ഈസി ആയിട്ട് വെക്കുകയും ചെയ്യാം. ഇത് മാഗ്നറ്റിക് പിടിക്കുന്നുണ്ടോ, മാഗ്നറ്റ് നല്ല പവറാണ് മാഗ്നറ്റ്. കണ്ടോ,
അപ്പോൾ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു നെക്ക് മൗണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡറി ക്യാമറ ആയിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. നമ്മുടെ മെയിൻ ക്യാമറ നമ്മുടെ ഫോൺ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ സാധനത്തിന് പിടിക്കേണ്ട ആവശ്യമില്ല, മച്ചാൽ നമ്മളിങ്ങനെ പിടിച്ചിറക്കട്ടെ, ഇതതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു ബെസ്റ്റ് സംഭവം തന്നെയാണ്. അതെന്തായാലും നിങ്ങളൊരു ബ്ലോഗർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൂർ പോകുമ്പോഴൊക്കെ മെമ്മറി എടുക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻസ് ആണെന്ന് തന്നെയാണ്, വാങ്ങിക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ 2 ചാനൽ അങ്ങനത്തെ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം.